ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഇനി പ്രവർത്തിക്കേണ്ടത്. ആ സർക്കാർ എന്തൊക്കെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ വരുന്നത്. നമ്മുടെ സ്റ്റേറ്റ് വളരെ ചെറിയ സ്റ്റേറ്റാണ്, പക്ഷേ 600 കിലോമീറ്റർ നമുക്ക് തീരദേശമുണ്ട്. അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാമ്പത്തിക രംഗത്ത് വലിയ വളർച്ച നേടാൻ വേണ്ടി കഴിയും എന്നുള്ള യാതൊരു സംശയമില്ല. അതെങ്ങനെയൊക്കെ വരും, എന്തായിരിക്കും, അല്ലെ ഇത് അദാനി മൊത്തം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വന്ദേ മാതരം എന്നുള്ളത് നമ്മുടെ സംസ്കൃതിയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ രാജ്യത്തെയുള്ള ദേശീയഗാനത്തോടെയൊക്കെ ഭയങ്കരമായ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ആകർഷകതയൊക്കെയുണ്ട്. നമ്മൾക്ക് മാത്രമാണ് അതും വിവാദമൊക്കെ ആക്കുന്നത്. അതിനൊന്നും അത്ര സംഭവങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ചെറുപള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ എത്ര ദീർഘകാലമായി സർക്കാരുമായിട്ടുള്ള തർക്കം നിൽക്കുന്നു. അതുപോലെ തന്നെ ഹാരിസൺ മലയാളം, അതുപോലെ തന്നെ ടാറ്റയുമായി ബന്ധപ്പെട്ട് കണ്ണൻദേവൻ ടിക്കൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ പാട്ടകാലാവധി കഴിഞ്ഞിട്ടും അവർ ഒഴിഞ്ഞു പോകാത്ത കുറേ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. നമസ്കാരം. രാജേട്ട, ഇന്നിപ്പോ പുതിയ സർക്കാരിന്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അതിനോട് തൊട്ടു പിന്നാലെ തന്നെ വിവാദങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഗവർണർ പറഞ്ഞിരിക്കുന്നു, കാരണം എന്ന് വെച്ചാൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പറയുന്നു. എന്നാൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലില്ല എന്നുള്ളത് ഇന്ത്യയിലെ മതേതര പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപിത നയം കൂടിയാണ്. അപ്പോൾ തുടക്കത്തിലെ കല്ലുകടി ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നു. കാരണം നയപ്രഖ്യാപന പ്രസംഗമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ സെക്ടറുകളെയും വളരെ ഗംഭീരമായിട്ട് തന്നെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് ആകെ ഒരു പാളിച്ചയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ, നയപരിപാടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ള ഫിനാൻഷ്യൽ സോഴ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്. ഇത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ്, ഇതിൽ മറ്റൊന്നുമില്ല. അതുകൂടാതെ തന്നെ വന്ദേ മാതരത്തെ വളരെ ഗൗരവപരമായിട്ട്, വന്ദേ മാതരം ആദ്യമായിട്ടാണ് കേരള നിയമസഭയ്ക്കകത്ത് ആലപിക്കുന്നത്. അതിലൊക്കെയുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് എടുത്ത് കാണിക്കുന്നൊരു കാര്യമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു വി ഡി സതീശൻ്റെ ഈ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തെ, അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ? അതാണ് ഞാൻ സി ബി പറയുമ്പോൾ തന്നെ പറഞ്ഞത്, ഇത് ആദ്യത്തെ നയപ്രഖ്യാപനം. കാരണം സർക്കാർ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ നയപ്രഖ്യാപനമാണ്. സ്വാഭാവികമായിട്ടും ഈ അടുത്ത 5 വർഷക്കാലത്തേക്ക് ഈ സർക്കാർ, അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തേക്കുള്ള ഈ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് ഈ നയപ്രഖ്യാപനം എന്ന് പറയുന്നത്. കാരണം ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഇനി പ്രവർത്തിക്കേണ്ടത്. ആ സർക്കാർ എന്തൊക്കെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ വരുന്നത്. പക്ഷേ സി ബി പറഞ്ഞ വേറൊരു വലിയ സംഭവം, ഇതിനോടൊന്നും പൈസ കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ട് ഇനി ബജറ്റ് പ്രസംഗത്തിലുണ്ടാവും. കാരണം ഈ മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി, ഇപ്പം ഗവർണർ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഇതെങ്ങനെയായിരിക്കും നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള രൂപരേഖയും, അതിനെത്ര ഫണ്ട്, എങ്ങനെ ഫണ്ട് കണ്ടെത്തും, അതിൻ്റെ ധനാഗമന മാർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ അതിൽ വരും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ആ പ്രസംഗം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ ഈ നയപ്രഖ്യാപനത്തിൽ ഒരുപാട് ഇല്ലായ്മകളുണ്ട്, പോരായ്മകളുണ്ട്, പക്ഷേ ചില അട്രാക്ഷൻസ് ഉണ്ട്. കാരണം അതിൽ ഇതൊരു സ്ത്രീ സൗഹൃദമായ ഒരു നയപ്രഖ്യാപനമായിട്ടാണ് എനിക്കിത് കണ്ടത്. വനിതാ കർഷകർക്ക് കണ്ടെത്തും. മാത്രമല്ല, ഈ നിങ്ങൾക്ക് പെൺകുട്ടികളില്ല, എനിക്കും പെൺകുട്ടികളില്ല, പക്ഷേ പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാർക്കറിയാം, ഈ ആർത്തവവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്കൂളിൽ അവധി നൽകുന്നു, 3 ദിവസം വരെ അവധി നൽകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് ആ 3 ദിവസത്തെ ക്ലാസ് മിസ്സാവുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുത്തുകൊണ്ട് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠനത്തിലൊന്നും പിന്നോക്കം പോകാത്ത രീതിയിൽ എല്ലാ മാസവും ഈ 3 ദിവസത്തെ അവധിക്ക് പകരമായി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ഏതെങ്കിലും അവധി ദിവസം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും ഇല്ലാത്തതാണ്, ഏറ്റവും അട്രാക്റ്റീവാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷത്തിൻ്റെ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ, ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദരിദ്രന്മാരായി പോകുന്നത് ചികിത്സാ ചെലവ് കൊണ്ടാണ്. പല ആരും ഏതെങ്കിലും ഒരു കുടുംബാംഗം അല്ലെങ്കിൽ അതിൻ്റെ നെടുന്തൂണായിരിക്കുന്ന ഗൃഹനാഥൻ അസുഖം വല്ലതും ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, ആ കുടുംബത്തിൻ്റെ അവസ്ഥ ദയനീയമായി പോകും, തകർന്നു പോകും.
ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് അവരൊക്കെ പോകും. അത് പരിഹരിക്കാൻ വേണ്ടി ഈ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനവും വലിയ അട്രാക്റ്റീവ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർക്കാർ ഈ പറയുന്ന 3.5 കോടി ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രീമിയം അടച്ചു എന്ന് കരുതുക. ഈ 3.5 കോടി ജനങ്ങളും ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു സൈഡിൽ കൂടെ വലിയ രീതിയിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. മറിച്ച് മറ്റൊരു സൈഡിൽ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വകാര്യ ആശുപത്രികൾ, ഇപ്പം ഗവൺമെൻറ് ആശുപത്രികളെയാണ് കൂടുതലായിട്ടും ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മാറിയതിന് ശേഷം സ്വകാര്യ ആശുപത്രികളിലേക്ക് പേഷ്യൻസ് കൂടുതലായിട്ട് എത്തുന്നതോടുകൂടി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വകാര്യ ആശുപത്രികളുടെ കാര്യം നമുക്കറിയാം. ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാലും സ്കാനിങ്, CT സ്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കും, എക്സ്റേ, ഇതിനൊക്കെ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസ് ക്ലെയിമിങ് ഈ സ്വകാര്യ ആശുപത്രികൾ ഒരു കച്ചവടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ശരിയാണ് സിബി പറയുന്നതിൽ അങ്ങനത്തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ നമ്മളെ മുന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് എങ്ങനെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊക്കെ അതായത് ഞാൻ പറഞ്ഞത്, ബഡ്ജറ്റ് കൂടി വി.ഡി. സതീശന്റെ ബഡ്ജറ്റ് പ്രസംഗം കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് അതിന്റെ വരും വരകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ നേട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പെട്ടിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിലെ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ 1000 രൂപ വെച്ച് നൽകുന്നത്, പിന്നെ പലിശരഹിത വായ്പ എന്ന് പറയുന്നത്, ഈ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പലിശ സർക്കാർ തന്നെ ബാങ്കിൽ കൊടുക്കണം. അപ്പൊ പിന്നെ അത് അൺസെക്യൂർഡ് ആയിരിക്കുമെന്ന് നോക്കണം. അതുകൂടാണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ സിബിൽ സ്കോർ എല്ലാവരുടെയും പോയി കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ സിബിൽ സ്കോർ ഈ പലിശരഹിത വായ്പയുടെ ക്രെഡിറ്റ് സ്കോറിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ട്. അതിന്റെ അതാ പറഞ്ഞത്, ഈ എന്ത് പദ്ധതിയും നടപ്പിലാക്കുമ്പോൾ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. അപ്പൊ ഈ മെറിറ്റ്സ് ആണ് ഇപ്പം ഈ ഗവർണർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഡീമെറിറ്റ്സും അതെങ്ങനെ അത് തരണം ചെയ്യാൻ പറ്റുമെന്നൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ഈ ബഡ്ജറ്റോടുകൂടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ചില അട്രാക്റ്റീവായിട്ടുള്ള ചില സംഭവമുണ്ട്. പിന്നെ കേരളത്തിലെ തീരദേശങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി കൂടി, മിനി പോർട്ടുകൾ, 17 പോർട്ടുകൾ, മിനി പോർട്ടുകൾ എന്നുള്ളത്, അതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരദേശത്തെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, നമ്മുടെ സ്റ്റേറ്റ് വളരെ ചെറിയ സ്റ്റേറ്റാണ്. പക്ഷേ 600 കിലോമീറ്റർ നമുക്ക് തീരദേശമുണ്ട്. അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാമ്പത്തിക രംഗത്ത് വലിയ വളർച്ച നേടാൻ വേണ്ടി കഴിയും എന്നുള്ള യാതൊരു സംശയമില്ല. അതെങ്ങനെയൊക്കെ വരും, എന്തായിരിക്കും, അല്ലെ ഇത് അദാനി മൊത്തം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. പിന്നെ പിണറായി വിജയൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ വിഷയം, കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഇതിൽ ഒന്നുമില്ല എന്ന്. കേന്ദ്ര സർക്കാർ അവഗണിക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊന്നും ഈ സർക്കാരിന് വലിയ ബോധ്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ UDF അല്ല ഭരിച്ചിരുന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇപ്പം പുതുതായിട്ട് വന്ന ഈ സർക്കാരിന് ഏതൊക്കെ രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുക എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ധാരണയില്ലാതെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കണ്ടീഷണൽ സപ്പോർട്ട് ആയിരിക്കും തീർച്ചയായും. അപ്പൊ കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് തന്നെ ഭരിക്കും എന്നാണ് പറയാൻ പറ്റുള്ളൂ. അദാനി എന്ന് പറയുന്നത് വലിയ ഫാക്ട് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ആരായും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സർക്കാർ രൂപീകരിച്ച് ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ ഈ കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റില്ല. സ്വാഭാവികമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ പറയേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞൊന്നുമില്ല. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുതിയ സർക്കാരാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്ന് പറയുന്നത് അതിൽ കാര്യമില്ല. കാരണം 2 സ്റ്റാൻസ മാത്രം ചൊല്ലിയാൽ മതി എന്നും ബാക്കിയൊക്കെ അവരുടെ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചൊല്ലാതിരിക്കാം. വന്ദേ മാതരം ചൊല്ലിയിട്ടില്ല, ആ മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഒരു വിവാദമൊക്കെ ഉണ്ട്. കാരണം വന്ദേ മാതരം നമ്മുടെ രാജ്യത്തിന് എതിരായ ഒരു സാധനമൊന്നും അല്ലല്ലോ. പിന്നെ വന്ദേ മാതരം ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. അപ്പം വന്ദേ മാതരം എന്നുള്ളത് നമ്മുടെ സംസ്കൃതിയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ രാജ്യത്തുള്ള ദേശീയഗാനത്തോടെയൊക്കെ ഭയങ്കരമായ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ആകർഷകതയൊക്കെയുണ്ട്. നമ്മൾക്ക് മാത്രമാണ് അതും വിവാദമൊക്കെ ആക്കുന്നത്. അതിനൊന്നും അത്തരം സംഭവങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല
എന്നുള്ളത് തന്നെയാണ് ശരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിൽ പിന്നെ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും കാണേണ്ട കാര്യമില്ല. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയത് കൊണ്ട് ഇവിടെ BJP അജണ്ട നടപ്പിലാക്കി എന്ന് പറയുമോ, അല്ലെങ്കിൽ 2 സ്റ്റാൻസ് മാത്രം ചൊല്ലിയപ്പോൾ അത് ഈ പിന്നെ മറ്റ് ചില ശക്തികളുടെ സമ്മർദ്ദ ഫലമായിട്ടാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത്തരം വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് ഇപ്പം നല്ല. അതൊക്കെ BJPക്ക് കുറച്ചും കൂടി ഇടം നൽകുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഗവർണർ അത് കഴിഞ്ഞിട്ട് എവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കണ്ടായി. സ്വാഭാവികമായിട്ടും BJP അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. മറ്റു പല സ്റ്റേറ്റുകളിലും ഉണ്ടാകുന്ന തർക്കമൊക്കെ എന്താണ്, BJP അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അവിടുത്തെ സർക്കാർ അത് തടയും. യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലൊക്കെ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം കാര്യത്തിലേക്കാണ് പോകുന്നത്? നിരവധിയായ പ്രശ്നങ്ങൾ ഇനി അഭിമുഖീകരിക്കാനുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷെ എങ്കിൽ പോലും വലിയ വൻ സംഭവങ്ങളൊന്നും ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബഡ്ജറ്റ് കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വൻ പ്രതീക്ഷകൾ നൽകുന്നില്ല എങ്കിൽ പോലും സ്ത്രീ സൗഹൃദമായ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഭൂപരിഷ്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നൊരു കാര്യമാണിത്, ഈ ഭൂമി പ്രശ്നം. അതായത് 5 ലക്ഷത്തോളം വരുന്ന ഏക്കർ സ്ഥലം, അതായത് പാട്ടക്കാലാവധി തീർന്നിട്ടും ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശം ഇരിക്കുന്നത്, അത് ഹാരിസൺ മലയാളം പോലെയുള്ള ടാറ്റ പോലുള്ള കമ്പനികളുമായിട്ട് അത് ദീർഘകാലമായിട്ടുള്ള ചെറിയ വിഷയം. ഇപ്പം നമ്മൾ മറ്റു ഉദാഹരണം, ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ എത്ര ദീർഘകാലമായി സർക്കാരുമായിട്ടുള്ള തർക്കം നിൽക്കുന്നു. അതുപോലെ തന്നെ ഹാരിസൺ മലയാളം, അതുപോലെ തന്നെ ടാറ്റയുമായി ബന്ധപ്പെട്ട് കണ്ണൻദേവൻ ടീക്കൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ പാട്ടകാലാവധി കഴിഞ്ഞിട്ടും അവർ ഒഴിഞ്ഞു പോകാത്ത കുറേ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. ഇത് നയപരമായി തന്നെ സർക്കാർ ഒരു വലിയ തീരുമാനം എടുക്കണം. കാരണം അത് തോട്ടമാണ്, അവിടെ മറ്റു ചില വിഷയങ്ങൾ കൂടി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. തോട്ടം തൊഴിലാളികൾക്കൊക്കെ ലഭിക്കുന്ന കൂലി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ഈ ഉരുൾപൊട്ടലൊക്കെ നടന്നപ്പോഴാണ് അവരുടെ ലയങ്ങളൊക്കെ ചോർന്നൊലിക്കുന്ന ലയങ്ങളാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും എസ്റ്റേറ്റുകളിലേക്കും കടന്നു ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും. മനുഷ്യന്മാരാണ് ജീവിക്കുന്നതൊക്കെ നമുക്ക്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊന്നും ഇന്നുവരെ കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതത്തരം വിഷയങ്ങളിലൊക്കെ ശരിക്കും സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഹാരിസൺ മലയാളം വിഷയമൊക്കെ നേരത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതിലൊക്കെ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ വിഷയങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ സർക്കാർ അതിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. പക്ഷേ എങ്കിൽ പോലും വല്ലാത്ത നിരാശ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നയപ്രഖ്യാപനമല്ല എന്ന് തന്നെ നമ്മൾ ഇനി വിലയിരുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇനി ബഡ്ജറ്റ് സെഷനൊക്കെ വരാൻ പോകുന്നു. അതിൽ കൂടി എന്തായിരിക്കും കേരളത്തിൽ പുതിയ വികസന കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഗവർണറും വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു സർക്കാരാണ് ഇതെന്നുള്ളതാണ് ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമായിരിക്കും.